തരും തൻ ചിറകുകളിൻ കീഴിൽ പരിചയും പലകയുമാ പരമനി പാരിടത്തിൽ തുള്ളിച്ചാടി ശരണമവൻ തരും തൻ ചിറകുകളിൻ കീഴിൽ പരിചയും പലകയുമാ പരമനി പാരിടത്തിൽ തുണയെനിക്കേശുവേ കുറവിനിയില്ലതാ അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ തുണയെനിക്കേശുവേ കുറവിനിയില്ലതാ അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ പലമിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമതിന്നെ വല്ലവൻ കാത്തിടുമേ പലമിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമതിന്നെ വല്ലവൻ കാത്തിടുമേ തുണയെനിക്കേശുവേ കുറവിനിയില്ലതാ അനുദിനം തന്നിഴലിൽ ഓർഷാതേരെ മറവിൽ വസിച്ചിടും ഞാൻ തുണയെനിക്കേശുവേ ശക്തിയോടെ കുറവിനിയില്ലതാ അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ ആകുലവേളകളിൽ എൻ്റെ ആപത്തു നാളുകളിൽ ആഗതനാമരികിൽ ആശ്വസിപ്പിച്ചിടുവാ ആകുലവേളകളിൽ എൻ്റെ ആപത്തു നാളുകളിൽ ആഗതമാമരികിൽ ആശ്വസിപ്പിച്ചിടുവാ തുണയെനിക്കേശുവേ എല്ലാവരും ശക്തിയോടെ കാര്യം തട്ടി പൂർണ്ണ ഹൃദയത്തോടെ അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ തുണയെനിക്കേശുവേ കുറവിനിയില്ലതാ അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ അവന്റെ സങ്കേതവും അവലംബവും കോട്ടയും അവനീലായുഗത്തിൽ അവൻ മതിയാശ്രയിപ്പാ അവനെന്റെ സങ്കേതം അവനെന്റെ സങ്കേതവും അവലംബവും കോട്ടയും അവനീലായുഗത്തിൽ അവൻ മതിയാശ്രയിപ്പാ തുണയെനിക്കേശുവേ ഓറശാധാരേ ഓരി ബാബാ ശാധാരേ കേരേ കേരേ നീ ബാബാ ശാധാരേ കേരേ ഓറാധാരേ വസിച്ചിടും ഞാൻ തുണയെനിക്കേശുവേ അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ ആരാധന അങ്ങേക്ക് ആരാധന അങ്ങേക്ക് ആരാധന അങ്ങേക്ക് ആരാധന അങ്ങേക്ക് ഓ ആരാധന അങ്ങേക്ക് ആരാധന അങ്ങേക്ക് റഷാധേരേക്ക് ഓ റഷാധാരേരേക്ക് ഓ രാധാ ശക്തിയോടെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധന ആരാധന അങ്ങേക്ക് ഓ റഷാധാരേ ഓ രീ ബാബാ ശാധാരേരേക്ക് ഓ ശാധാരേ ഓ ഒരു മഹത്വം വ്യാപരിക്കട്ടെ ഇന്ന് പകലൊരു ദാവീദിന്റെ മഹത്വം വ്യാപരിക്കട്ടെ ഓ ആരാധന അങ്ങേക്ക് ആരാധന ചിലത് ചലിക്കാൻ തുടങ്ങുക
എന്നാളും സ്തുതിച്ചിടുമേ. ആരാധന അങ്ങേക്ക്, കൈകൾ ഉയർത്തി. ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, പൂർണ്ണ മഹത്വം. ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. ഓ രക്ഷാധേരേ, ഓ രക്ഷാധാരാധേരേ കേരേ ഗോരാധാരാധേ, ഓ റൈ ബാബാ ബാഷാധാരാധേരേ കേരേ ഗോരാധാ, ഓ രാധാരാധേരേ കേരേ. ഓ ആരാധന അങ്ങേക്ക്, പൂർണ്ണ മഹത്വം. ഒന്ന് വിട്ടുകൊടുത്ത് ആരാധന, വിട്ടുകൊടുത്ത് ആരാധിച്ചേ. ഓ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. എന്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ തന്നല്ലോ നീ. എന്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ തന്നല്ലോ നീ. യേശുനാഥ നീ എൻ ബലമായതാ, ഞാനൊട്ടും ഭയപ്പെടില്ല. യേശുനാഥ നീ എൻ ബലമായതാ, ഞാനൊട്ടും ഭയപ്പെടില്ല. ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. ഓ രക്ഷാധാരാധേ, ഓ രാധാരാ ബാബാ ബാഷേരേ കേരേ ഗോരാധാരാധേ രേ, ഓ രാധാരിധാരാ ബാബാ ബാബാ ബാരിധാരാ ബാബാ ബാഷേരേ, ഓ രക്ഷാധാരാധേ രേ കേരേ ഗോരാധാരാധേ, ഓ രി ബാബാ ബാഷാധാരാധാരാധേ രേ കേരേ ഗോ, ഓ രക്ഷാധാരാധേ രേ കേരേ ഗോരാധാരാ, ഓ രി ബാബാ ബാബാ ബാഷാധാരാധേ രേ കേരേ ഗേ, ഓ രി ബാബാ ബാഷാധാരാധാരാധേ രേ കേരേ ഗേ, ഓ രക്ഷാധാരാധാ. ശക്തിയോടെ, ശക്തിയോടെ കരങ്ങൾ തട്ടി, ശക്തിയോടെ കരങ്ങൾ തട്ടി. പൂർണ്ണ മഹത്വം, പൂർണ്ണ മഹത്വം. ഓ പൂർണ്ണ മഹത്വം കർത്താവിനോട് തന്നെ, പൂർണ്ണ മഹത്വം. ഓ റിക്കാരാധാരാ ശാബാരാധേ രേ കേരേ ഗോരാധാരാധാരാധേ രേ ഗേ, ഓ രി ബാബാ ബാഷാധാരാധേ രേ കേരേ ഗോരാധാ, ഓ രാബാ ബാബാ ബാഷാധാരാധാരാധേ രാബാ ബാബാ ബാബാ രി ബാഷാധാരാധേ രേ കേരേ ഗോരോ ദോരോ ജോ ദോരോ, ഓ രക്ഷാധാരാധേ രേ കേരേ ഗോരാധാരാധേ, ഓ രക്ഷാധാരാധേ രേ കേരേ ബാബാ ബാബാ ബാ, ഓ രക്ഷാധാരാധേ രേ 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 ബോ ബോ ശാബാരാധാരാധേ, ഓ രക്ഷാധാരാധാ ബാബാ ബാബാ ശാബാരാധാ. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ഹൃദയത്തോടെ. ഓ ചില സംഭവിക്കുക, ഒരു മഹത്വം വ്യാപരിക്കുവായി മകൻ. ഓ രക്ഷാധാരാധേ രേ കേരേ ഗോരാ ബാബാ ബാഷാധാരാധേ രേ കേരേ ഗേ. ശക്തിയോടെ, ശക്തിയോടെ വായുകളെ ചലിപ്പിച്ച് അന്യഭാഷകൾ. പൂർണ്ണ മഹത്വം, പൂർണ്ണ മഹത്വം. ഓ കരങ്ങൾ തട്ടി, കരങ്ങൾ തട്ടി, പൂർണ്ണ മഹത്വത്തോടെ. ഓ ആരാധിക്കുന്ന ദാവീദുമാർ മഹത്വം കൊണ്ടുവരും. ഇന്ന് പകലൊരു മഹത്വം വ്യാപരിക്കും. ഓ നീ എത്രത്തോളം ആരാധിക്കുന്നു അത്രത്തോളം ഒരു മഹത്വം വ്യാപരിക്കും. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടുത്തേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. ഒന്നുകൂടെ എല്ലാവരും ഒരുമിച്ച് വായിക്കാമോ? ഈ ദീനം, ഈ ദീനം മരണത്തിനായിട്ടല്ല, മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന്, മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. പറഞ്ഞു. ഹല്ലേലൂയ. വളരെ പരിചയമുള്ള വേദഭാഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഏറ്റവും അത്ഭുതകരമായ, അതിശയകരമായ ഒരു അത്ഭുത പ്രവൃത്തിയുടെ തുടക്കത്തിന് മുന്നേ കർത്താവ് വിളിച്ചു പറയുന്ന വിശ്വാസത്തിൻ്റെ വാക്കുകളാണത്. ആമേൻ. ഹല്ലേലൂയ. ഒന്നുകൂടെ പറയാം. യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ഏറ്റവും ശക്തിയേറിയ അത്ഭുതത്തിൻ്റെ മുൻപായി കർത്താവ് പറയുന്ന വിശ്വാസത്തിൻ്റെ വാക്കുകളാണിത്. ആമേൻ. ഈ ദിനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിനത്രേ. ഹല്ലേലൂയ. ഒരു കാര്യം പറയുമ്പോൾ ആമേൻ, കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്
പൂർണ്ണ മനുഷ്യനായിട്ട്. ആമേൻ. പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി അവൻ ഭൂമിയിലേക്ക് കടന്നു വന്നു. ആമേൻ. പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി, തുല്യതയോടെ അവൻ ഭൂമിയിലേക്ക് കടന്നു വന്നു. ഹല്ലേലൂയ. ആമേൻ. ഒരു കാലഘട്ടത്തിൽ മുഴുവൻ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്കകത്തൂടെ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും തൻ്റെ പ്രവൃത്തിയിലൂടെയും തൻ്റെ ഉപമകളിലൂടെയും ആമേൻ തൻ്റെ പ്രസംഗത്തിലൂടെയും ആമേൻ നമ്മളെ പഠിപ്പിച്ചു. ആമേൻ. ഹല്ലേലൂയ. എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടതെന്നും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കകത്ത് എങ്ങനെ നമ്മൾ തീരുമാനമെടുക്കണമെന്നും എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകണമെന്നും സകലതും തൻ്റെ ജീവിതത്തിനകത്തൂടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചു തന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. കർത്താവ് ഒരു കാര്യം പറയുമ്പോൾ, വിശ്വാസത്താൽ ഒരു പ്രഖ്യാപനം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, അവിടെ ശക്തമേറിയ ഒരു കാര്യം ഇതിനകത്തുണ്ട്. ആമേൻ. വിശ്വാസത്തിൻ്റെ ഒരു കാര്യം പറയുന്നു. പ്രത്യേകിച്ച് മനുഷ്യൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് എന്താ? നമ്മൾ കണ്ട് വിശ്വസിക്കുന്നതാണ്. എന്നാൽ കാണാതെ വിശ്വസിക്കുന്നതാണ് ദൈവികം. ആമേൻ. എന്താണ്? കാണാതെ വിശ്വസിക്കുന്നതാണ് ഡിവൈനിറ്റി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. കാണാതെ ഉള്ള ഒരു വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം കർത്താവ് വിളിച്ചു പറഞ്ഞു. ആമേൻ. നമ്മൾ ഈ വിശ്വാസത്തെ പറ്റി പറയുമ്പോൾ വിശ്വാസത്തിനകത്ത് നമുക്കുണ്ടാകേണ്ട ഒരു സാധനം അല്ലെങ്കിൽ ഒരു നിരൂപണമുണ്ട്. എന്ന് വെച്ചാൽ നമ്മളത് കാണണം. ആമേൻ. ഹല്ലേലൂയ. ചില നാളുകൾക്ക് മുന്നേ ഞാൻ ഒരു ദൈവദാസൻ വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു ഉദാഹരണം ഇങ്ങനെയാണ്. ഒരു ദേശത്ത് ശക്തമായ മഴയുണ്ടായിരുന്നു. എന്നാൽ കുറച്ച് കാലങ്ങളിലേക്ക് അത് നിന്നുപോയി. ആമേൻ. ഈ കാലഘട്ടങ്ങളിൽ അവിടെ ആയിരുന്നവരെല്ലാം അവരെല്ലാവരും തങ്ങളുടെ ദേശത്ത് മഴ പെയ്യുവാൻ വേണ്ടി പ്രാർത്ഥനയിലായിരുന്നു. ആമേൻ. ഈ പ്രാർത്ഥന നടക്കുന്ന സമയങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നൊരു പ്രവാചകൻ പ്രവചിച്ചു പറഞ്ഞു, ഇന്ന സമയത്ത് ഇന്ന കൃത്യസമയത്ത് ഇവിടെ മഴ പെയ്യും. ആമേൻ. ഹല്ലേലൂയ. വളരെ നാളുകൾ മഴയില്ലാതിരുന്നത് കൊണ്ട് ഇവരെല്ലാവരും കൂടി ഒരു ദേശത്ത് ഒരുമിച്ച് കൂടി മഴയെ സ്വീകരിക്കാൻ വേണ്ടി ചെന്നു. ഇവരെല്ലാവരും ഒരു ഗ്രൗണ്ടിലേക്ക് കൂടി വന്നു. ശ്രദ്ധിക്കണേ, ഗ്രൗണ്ടിലേക്ക് വന്നപ്പോൾ എല്ലാവരും മഴ കാണാൻ വന്നു, ശരിയാ. എന്നാൽ അതിനകത്ത് ഒരു കൊച്ചു കുഞ്ഞ് അവൻ കൊടയുമായി വന്നു. ആമേൻ. ഹല്ലേലൂയ. അതാണ് വിശ്വാസം. ആമേൻ. ഹല്ലേലൂയ. മഴ പെയ്യുമെന്ന് നിന്റെ ഉള്ളിനകത്തൊരു ഉറപ്പുണ്ടാകണം. ആമേൻ. കർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ലൈഫിൽ സംഭവിക്കുമെന്ന് അത് ഇമാജിനേഷൻ ചെയ്യാൻ എനിക്ക് കഴിയണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ സകല അവിശ്വാസങ്ങളും പോട്ടട്ടെ. നിന്റെ മേലൊരു വാഗ്ദത്തമുണ്ടെങ്കിൽ അത് എൻ്റെ ലൈഫിൽ സംഭവിക്കുമെന്ന് ഇന്ന് പകൽ അത് നിശ്ചയദാർഢ്യത്തോടെ അവൻ വിളിച്ചു പറയാൻ, അത് വിശ്വാസത്തോടെ നിനക്കത് പ്രവൃത്തിയിലേക്ക് കയറാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇസ്ഹാക്കിനെ യാഗം കഴിക്കാൻ അബ്രഹാം ചെല്ലുമ്പോൾ
ശ്രദ്ധിക്കണേ, നടന്നു പോകുമ്പോ അബ്രഹാമിനോട് ഇസ്ഹാക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പാ, വിറകുണ്ട്, തീയുണ്ട്, എന്നാൽ യാഗത്തിനുള്ള ആടെവിടെയാ? അബ്രഹാം പറഞ്ഞ മറുപടി നമുക്കറിയാം. ദൈവം കരുതിക്കൊള്ളും മകനെ. ഹല്ലേലൂയ. ദൈവം കരുതിക്കൊള്ളും. ഇന്ന് പകൽ എന്തെങ്കിലും വായി വിളിച്ചു പറയാനല്ല, അവൻ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്തിരിക്കുമെന്ന് ഉറപ്പോടെ വിളിച്ചു പറയാൻ ഇന്ന് പകൽ അവൻ ആത്മാവിൽ ധൈര്യമുള്ളവർ ആരൊക്കെ ഉണ്ടെന്ന്. ഹല്ലേലൂയ. അവൻ എന്നെ കരുതുന്നൊരു ദൈവമുണ്ടെന്ന്, എൻ്റെ വിശ്വാസത്തിനകത്ത് ചലിക്കുന്ന, ആമേൻ, ചിലത് നിനക്ക് വേണ്ടി സൃഷ്ടിച്ചു തരാൻ, ആമേൻ. അതുവരെ ഇല്ലാത്ത ആട് എവിടുന്ന് ഇറങ്ങി വന്നു, ആമേൻ. നിന്റെ വിശ്വാസത്തിനകത്ത് നിനക്ക് വേണ്ടി ചിലതിനെ സൃഷ്ടിച്ചു തരാൻ ഇന്നും അവൻ ശക്തനാണെന്ന് വിശ്വസിക്കാൻ തയ്യാറുണ്ടെങ്കിൽ, ഹല്ലേലൂയ. അവൻ പലരും ചോദിക്കാറുണ്ട്, ദൈവം മലയിൽ നിറക്കിത്തരുമോ, സ്വർഗത്തിൽ നിറക്കിത്തരുമോ? അതേ, അവൻ ഇറക്കിത്തരുന്ന ദൈവമാണെന്ന് ഇന്നും വിശ്വസിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ നീ അടങ്ങിയിരിക്കരുത്. അവൻ നിന്റെ സാഹചര്യത്തിന്റെ മധ്യത്തിൽ നീ തകർന്നിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽ അതിന് മധ്യേ എന്റെ ദൈവത്തിന് ചിലത് ചെയ്യാം. ഹല്ലേലൂയ. സാഹചര്യത്തിന്റെ മുന്നിൽ മടുത്തിരിക്കുന്നവർ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. നമുക്കറിയാം, നമ്മൾ വചനങ്ങൾ കേട്ട് മടുത്തിരിക്കുക, പലപ്പോഴും പ്രാർത്ഥനകൾ കേട്ട് മടുത്തിരിക്കുക. എന്നാൽ ഇന്ന് പകൽ ഞാൻ പറയാം, ആമേൻ, ലാസറിന്റെ ഭവനത്തിൽ സംഭവിച്ച ഒരു പ്രശ്നം എന്താണ്? ലാസർ മരിച്ചുപോയി. ആമേൻ. തൻ്റെ സഹോദരിമാർ യേശുവിനെ വിവരമറിയിച്ചു. ഹല്ലേലൂയ, ആമേൻ. എന്താണ് വിവരം അറിയിച്ചത്? ലാസർ ദീനമായി കിടക്കുന്നു. വിവരം അറിയിക്കുമ്പോൾ മരിച്ചിട്ടില്ല കേട്ടോ, ആമേൻ, ഹല്ലേലൂയ. പറഞ്ഞു വിടുമ്പോൾ മരിച്ചിട്ടില്ല. യേശുവിൻ്റെ അടുക്കിലേക്ക് ആളിനെ വിടുമ്പോൾ മരിച്ചിട്ടില്ല. ആമേൻ. യേശു കർത്താവ് എന്താ ചെയ്തേ? ഇത് കേട്ടിട്ട് എവിടെ പാർത്തു അവിടെ തന്നെ 2 ദിവസം കൂടെ അങ്ങ് പാർത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, സാധാരണഗതിയിൽ യേശുവിന്റെ മുമ്പിൽ ഒരു രോഗി വന്നാൽ എന്താ സംഭവിക്കുന്നേ? എന്താ സംഭവിക്കുന്നേ? അപ്പൊ തന്നെ സൗഖ്യമാക്കി വിടും. ഹല്ലേലൂയ. അങ്ങനെ ഏകദേശം 36 അത്ഭുതങ്ങൾ പരം ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. രേഖപ്പെടുത്തത് 1000കണക്കിനെന്ന് അവൻ ചരിത്രകാരന്മാർ പറയുന്നു. ഹല്ലേലൂയ. സാധാരണഗതിയിൽ യേശു ഇങ്ങനൊരു വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? രോഗി സൗഖ്യമാകും. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത്, എവിടെയാണോ യേശു താമസിച്ചത് അവിടെ തന്നെ 2 ദിവസം കൂടെ താമസിച്ചു. ഹല്ലേലൂയ. ഇന്ന് പകൽ ആർക്കൊക്കെ വിശ്വസിക്കാൻ കഴിയും? അവൻ ചിലതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നെങ്കിൽ അവൻ നിന്റെ വിഷയത്തെ ഒരു അത്ഭുതമാക്കാൻ, നിന്റെ വിഷയത്തെ ഒരു ചരിത്രമാക്കാൻ, ഹല്ലേലൂയ, അവൻ നിന്നെ ഒരു ചരിത്രമാക്കാൻ, ഹല്ലേലൂയ, അവന് പദ്ധതിയുള്ളത് കൊണ്ട് ആമേൻ. അവൻ ചിലതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അവൻ ചിലതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അവൻ ചിലതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അവൻ ഇന്ന് പകൽ നിനക്ക് തോന്നുന്നെങ്കിൽ, എന്റെ കർത്താവെ താമസിച്ചു, എന്റെ കർത്താവെ കഴിഞ്ഞുപോയി, ഇല്ല ഇല്ല ഇല്ല, എവിടെങ്കിലുമൊക്കെ വെയിറ്റ് ചെയ്തെങ്കിൽ നിന്റെ വിഷയം ഒരു ചരിത്രത്തിനകത്തേക്ക് കയറും. ഹല്ലേലൂയ. നിന്റെ വിഷയം ഒരു ചരിത്രമാകും. ആമേൻ, ഹല്ലേലൂയ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നവനാ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നവനാ.
ഹല്ലേലൂയ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നവനാ. അവൻ ചിലതൊക്കെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നെങ്കിൽ എന്നെ ഒരു ചരിത്രമാക്കാൻ അവന് പദ്ധതിയുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ കേട്ട വാഗ്ദത്തങ്ങൾ ചരിത്രമാകാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആമേൻ. ഹല്ലേലൂയ. 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 ആമേൻ. ആമേൻ. ഓ ശബദന റിഗദന. ഹല്ലേലൂയ. ഇന്ന് പകൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോഴും ആമേൻ ഹല്ലേലൂയ അതിശക്തമായ പ്രശ്നത്തിൻ്റെ മുമ്പിലൂടെ ഞാൻ പോകുന്നേ. പക്ഷേ പലപ്പോഴും ദൈവം എന്നെ ഓർപ്പിക്കുന്നൊരു കാര്യമുണ്ട്. നീ നിന്റെ പ്രശ്നത്തിലേക്ക് നോക്കരുത്, നീ ഉയരത്തിലേക്ക് നോക്കുക. ഹല്ലേലൂയ. നിന്റെ പ്രശ്നത്തിനകത്തേക്ക് നീ നോക്കരുത്, നീ ഉയരത്തിലേക്ക് നോക്കുക. എന്റെ സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്നല്ലാതെ. ആമേൻ. ഹല്ലേലൂയ. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു എന്ന്. ഹല്ലേലൂയ. 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 ആമേൻ. 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 ഹല്ലേലൂയ. എന്നെ സഹായിപ്പാൻ വേറെ ആരും വരത്തില്ല. ചിലപ്പം ദൈവവും ചിലരെയൊക്കെ ഏൽപ്പിക്കും നിന്നെ കരുതാൻ. ഹല്ലേലൂയ. ഏലിയാവിനെ കരുതാൻ കാക്കയെ ഏൽപ്പിച്ചു, വിധവയെ ഏൽപ്പിച്ചു. എന്നാൽ അതിന് ശേഷം ഒരു ദൂതൻ വരുന്ന വരവുണ്ട് നിനക്ക് വേണ്ടി. ആമേൻ. അവൻ സ്വർഗം തന്നെ തുറന്ന് നിനക്ക് വേണ്ടി വരുന്നൊരു വരവുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിന്നെ നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ചില കാലഘട്ടങ്ങളുണ്ട് നിനക്ക് വിധവ കരുതിയതും കാക്ക കരുതിയതും. എന്നാൽ അതിനപ്പുറം നീ ക്ഷീണിക്കുമ്പോ, എന്റെ ദൈവമേ ഞാൻ തീർന്നെന്ന് തോന്നുമ്പോ, എന്നെ കൊണ്ട് നീ കഴിയത്തില്ലെന്ന് തോന്നുമ്പോ, ഇതാ സ്വർഗം തന്നെ ഇറങ്ങി വന്ന് നിന്നെ വിളിച്ചുണർത്തി. ഏലിയാവേ എണ്ണിക്ക്, എഴുന്നേൽക്കടാ. ഒരു കാലഘട്ടം കൂടെ നിന്നെ എനിക്ക് നടത്താനുണ്ടെന്ന്, നിന്നെ എനിക്ക് ഓടിക്കാനുണ്ടെന്ന്. ഇന്ന് പകൽ അത് വിശ്വസിക്കാൻ നീ തയ്യാറാണെങ്കിൽ ഇന്ന് പകൽ നീ മടുത്തു പോകരുത്. നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഹാലം ആമേൻ. മടുത്തു പോകരുത്, മടുത്തു പോകരുത്, മടുത്തു പോകരുത്. ഹല്ലേലൂയ. ഇന്ന് പകൽ സാമ്പത്തികമായി തകർന്നിരിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് ചിലത് ചെയ്യാൻ പോകുക. ആമേൻ. ഞാനത് വിശ്വസിച്ചുകൊണ്ട് വിളിച്ചു പറയുന്നു. സാമ്പത്തിക മേഖലകളിൽ തകർന്നിരിക്കുന്നവർക്ക് വേണ്ടി, ഇനിയൊരു വഴിയില്ലെന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ടി, ഹല്ലേലൂയ, ഇനിയൊരു വഴിയില്ലെന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ടി, ഹല്ലേലൂയ, ഇനി എനിക്ക് കഴിയത്തില്ല കർത്താവേ, ഇനി എനിക്ക് കഴിയത്തില്ല കർത്താവേ എന്ന് പറയുന്നവർക്ക് വേണ്ടി കർത്താവ് ഇന്ന് ചിലത് ചെയ്യാൻ പോകുകയാ. ആമേൻ. the movement, the holy movement, the holy movement. പ്രശ്നത്തെ ഫോക്കസ് ചെയ്ത പ്രശ്നം കൂടെ വരും, കർത്താവിനെ ഫോക്കസ് ചെയ്ത കർത്താവ് കൂടെ വരും. ആമേൻ. ഹല്ലേലൂയ. പ്രശ്നം ഞാൻ ഒന്നുകൂടെ പറയാം. നീ പ്രശ്നത്തെ ഫോക്കസ് ചെയ്ത പ്രശ്നം കൂടെ വരും, കർത്താവിനെ ഫോക്കസ് ചെയ്ത കർത്താവ് കൂടെ വരും. ആമേൻ. ഇന്ന് പകൽ ആമേൻ ഞാൻ പ്രശ്നത്തിന്റെ മുകളിൽ ചവിട്ടി നിൽക്കാൻ ആമേൻ ഇന്ന് പകൽ ചിലതിന്മേൽ പുതിയൊരു ആമേൻ അഭിഷേകം ഇന്ന് പകൽ ഹല്ലേലൂയ അതിന്റെ മുകളിൽ ചവിട്ടി നിൽക്കാൻ ഒരു അഭിഷേകം ആമേൻ എത്ര വിഷയമായിക്കോട്ടെ അതിന്റെ മുകളിൽ ഞാൻ ചവിട്ടി നിൽക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് പകൽ ആത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തുന്നു. ഇന്ന് പകൽ ആത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തുന്നു. ആത്മാവ് നിങ്ങളെ ഉറപ്പിക്കുന്നു. ആത്മാവ് നിങ്ങളെ ഉറപ്പിക്കുന്നു. ഹല്ലേലൂയ. അവൻ അസാധാരണ മിറക്കിളുകളെ നിങ്ങളെ പ്രതീക്ഷിക്കുക. അവൻ പ്രതീക്ഷിച്ചപ്പോൾ നിങ്ങളത് കാണുക, നിങ്ങളത് കാണുക. അസാധാരണ മിറക്കിളുകൾ നിങ്ങൾ കാണണം. അവൻ അസാധാരണ ആത്മാവിൽ കണ്ടോട്ടെ. അവൻ ഹല്ലേലൂയ. കണ്ടിട്ട് വിശ്വസിക്കുന്നവർ ദൈവത്തിന്റെ മക്കളല്ല. നീ കാണാതെ വിശ്വസിക്കുന്നെങ്കിൽ അവൻ ഇന്ന് പകൽ അവൻ നീ കാണാതെ വിശ്വസിക്കുന്നെങ്കിൽ ഹല്ലേലൂയ
ഹല്ലേലൂയ. ആമേൻ. എത്ര വിശ്വസിക്കുന്നു? Amen. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വരും. Amen. Amen. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഒരുപാട് തവണ എനിക്ക് വേണ്ടി ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. അത്ഭുതങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ദൈവമാണ്. ആമേൻ. ഞാനിത് പറയുമ്പോൾ ഞാൻ ചവിട്ടി നിൽക്കുന്നത് അസാധാരണ പ്രശ്നത്തെയാ. ഹല്ലേലൂയ. ചവിട്ടി നിൽക്കുന്നത് ചിന്തിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളെയാ. ഹല്ലേലൂയ. സകല മേഖലകളിൽ നിന്നും ഒരു മേഖല എന്നില്ല, സകല മേഖലകളിൽ നിന്നും അവൻ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ വിഷയമുണ്ടാകാമോ, എന്നെ എന്തൊക്കെ രീതിയിൽ തകർക്കാമോ, അതിൻ്റെ മധ്യത്തിൽ നിന്ന് ഞാനിത് വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ എന്നെ നടത്തിയ ദൈവം ഇന്നും നാളെയും നടത്താൻ എൻ്റെ ദൈവം ജീവനോടിരിക്കുന്നത് കൊണ്ട് ഞാൻ തകരത്തില്ല, ഞാൻ തളരത്തില്ല. ഹല്ലേലൂയ. ഒരു പൈശാചിക ശക്തിക്കോ എന്നെ തകർക്കാൻ കഴിയത്തില്ല. അവൻ ഇന്ന് പകരം വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇതാ നിങ്ങൾക്ക് വേണ്ടി അതാ സ്വർഗം തന്നെ. യാവേ 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 റഫീഖ യാവേ റഫീഖ യാവേ 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 റഫീഖ യാവേ റഫീഖ യാവേ റഫീഖ യാവേ റഫീഖ. ഹല്ലേലൂയ. Hallelujah. ഏകദേശം 35 വർഷങ്ങൾക്കപ്പുറം ആമേൻ, എൻ്റെ വീട്ടിലൊരു വലിയ കടബാധ്യത ഉണ്ടായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടം അനുസരിച്ച് ഏകദേശം ഒരു ആമേൻ നല്ല ഒരു എമൗണ്ട് ഓഫ് ആമേൻ ആവശ്യമായിട്ടുള്ളൊരു കാലഘട്ടം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അന്ന് ദൈവം പപ്പയുടെ ഹൃദയത്തെ കൊടുത്ത് 21 ദിവസം ഉപവാസം എടുക്കാൻ. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ കുഞ്ഞിലെ കാലഘട്ടങ്ങളിലാണ് ഞാൻ പറഞ്ഞു കേട്ടതൊക്കെ. ഹല്ലേലൂയ. ആമേൻ. ശ്രദ്ധിക്കണം ദൈവമക്കളെ. 21 ദിവസം 1, 2, 3 21 ദിവസം പോയി. ഹല്ലേലൂയ. 21ാമത്തെ ദിവസം എത്രയാണോ കടമുണ്ടായിരുന്നത് അത്രയും. ആമേൻ. എത്ര രൂപയാണോ കടമുണ്ടായിരുന്നത് ആ കൃത്യം എമൗണ്ട് എൻ്റെ വീട്ടിലെത്തി. ഹല്ലേലൂയ. എൻ്റെ ദൈവം ഇറക്കി തരുമോ എന്ന് ചോദിച്ചാൽ ഇറക്കി തരുന്നത്. ഹല്ലേലൂയ. 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 ആമേൻ. ഇറക്കി തരുന്ന ദൈവമാ. ഞാനത് വിശ്വസിക്കും, കാരണം ഞാനത് കണ്ടവനാ. ആമേൻ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കളിയാക്കിയാലും അവൻ എനിക്കറിയാം എന്താ സത്യമെന്ന്. ഹല്ലേലൂയ. ഞാൻ കണ്ടൊരു ദൈവമുണ്ട്, ഞാൻ അനുഭവിച്ചൊരു ദൈവമുണ്ട്. അവൻ ചിലതിനൊക്കെ വേണ്ടി അവൻ വെയിറ്റ് ചെയ്തെങ്കിൽ അവൻ അതിനപ്പുറത്ത് തന്നെ ഒരു അത്ഭുതമാക്കാം. അവന് പദ്ധതിയുള്ളത് കൊണ്ട് ഹല്ലേലൂയ ഞാൻ വെയിറ്റ് ചെയ്യാൻ തയ്യാറാ. ഹല്ലേലൂയ. കാരണം അവനോടുകൂടെ പന്തിയിലിരിക്കാൻ എനിക്ക് വേണ്ടിയും ഹല്ലേലൂയ അവൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് എന്നെയും കൂടെ അവന്റെ കൂടെ പന്തിയിലിരുത്തുന്ന ഒരു ദൈവം. യേശു കർത്താവ് 2 ദിവസം അവിടെ പാർത്തു. ആമേൻ. ഇതിൻ്റെ ഇടയിൽ വളരെയധികം ഡിസ്കഷനുകൾ, സംഭാഷണങ്ങൾ താനും തൻ്റെ ശിഷ്യന്മാരുമായി നടത്തുന്നു. യേശുവിനെ കല്ലെറിയാൻ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ബഥാനിയൽ. ആമേൻ. യേശുവിന് അഗൻസ്റ്റായി നിൽക്കുന്ന സ്ഥലം. ആമേൻ. ഹല്ലേലൂയ. അവിടെയാണ് ലാസറിന്റെ ഭവനമുള്ളത്. എന്നാൽ ആമേൻ
യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നു, അതിൻ്റെ 11-ാമത്തെ വാക്യം, നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്ന് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. ആമേൻ. ശ്രദ്ധിക്കണേ, യേശുവിനോട് പറഞ്ഞു വിട്ടത് എന്തുവാ? ദീനമായി കിടക്കുന്നതാ. എന്നാൽ ഡിസ്കഷനുകൾക്ക് ശേഷം പറയുന്നത് ലാസറിനെ ഞാൻ ഉണർത്താൻ പോകുന്നതാ. ആമേൻ. കർത്താവിന് കാര്യം മനസ്സിലായി. എന്താ? ലാസർ മരിച്ചു കഴിഞ്ഞു. ആമേൻ. ലോകത്തിലെ ഏറ്റവും വലിയ പ്രവാചകനാരാ? യേശു അവരോട് ഉറപ്പിച്ചു പറഞ്ഞത് ലാസർ മരിച്ചു. ആമേൻ. അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ലാസർ മരിച്ചുപോയി, ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു. ഒരു മരണത്തിൽ കർത്താവ് സന്തോഷിക്കുക. ആമേൻ. ഹല്ലേലൂയ. എന്താ സംഭവിക്കുന്നത്? ഒരു മരണത്തിൽ കർത്താവ് സന്തോഷിക്കുക. ആമേൻ. ശരിയായ ഒരു കാര്യമാണോ അത്? ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത്? ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ ഓർത്ത് സന്തോഷിക്കുന്നു. ആരോടാ പറയുന്നേ? ശിഷ്യന്മാരോട്. കർത്താവ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തോ ചെയ്യേണ്ടി വന്നേനെ. അവിടെ സൗഖ്യമാക്കേണ്ടി വന്നേനെ. കാരണം ഇവിടെ കരച്ചിൽ നിലവിളി കേട്ട് കർത്താവിന് എന്ത് ചെയ്യണം? അവിടുത്തെ സാഹചര്യത്തിൽ ചെയ്യേണ്ടി വന്നേനെ. അതുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ പറയുന്നേ, ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളെ ഓർത്ത് സന്തോഷിക്കുന്നു. ആമേൻ. കാരണം എന്താ? നിങ്ങൾ ചിലത് കാണാൻ പോവുക. ഹല്ലേലൂയ. ചിലത് കാണാൻ പോകുക. ആമേൻ. അത് വിശ്വസിക്കാൻ തയ്യാറാണോ? ആമേൻ. അവൻ ചിലത് നിങ്ങൾ കാണാൻ പോകുക. ആമേൻ. അസാധാരണമായ ചിലത് കാണാൻ വേണ്ടിയാ, നിങ്ങളെ വേണ്ടി. ആമേൻ. ഹല്ലേലൂയ. അവൻ സന്തോഷിക്കുന്നു. നിങ്ങളുടെ ചില പ്രശ്നത്തിനകത്ത് അവൻ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ, അവൻ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അസാധാരണമായ ചിലത് സാധാരണമല്ലാത്തത്. ഹല്ലേലൂയ. 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 ആമേൻ. അസാധാരണമായ ചിലത് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ആമേൻ. നിങ്ങളത് വിശ്വസിക്കാൻ വേണ്ടി, നിങ്ങളത് കാണാൻ വേണ്ടി, ഹല്ലേലൂയ, നിങ്ങളത് അനുഭവിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. ആമേൻ. 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 ഇതുപോലെ എത്രയൊക്കെ വിശ്വസിക്കാൻ കഴിയും? അസാധാരണം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അസാധാരണമായത് സാധാരണ ഉള്ളത് മാറി നിന്നിട്ട് അസാധാരണം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ആമേൻ. ഹല്ലേലൂയ. 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 കർത്താവ് നമ്മളെ നോക്കുന്നുണ്ടെന്നേ. ഇല്ലേ? ഇല്ലേ? നമ്മുടെ ഹൃദയത്തിൻ്റെ നിലവുകളെയും വിചാരങ്ങളെയും സകലത്തിനെയും കർത്താവ് അറിയുന്നുണ്ട്. നമ്മുടെ ചിന്തകളെ മുഴുവൻ അറിയുന്നുണ്ട്. അമ്മൻ എത്രയും വേഗത്തിൽ നമ്മുടെ ചിന്തകൾ പറന്നുകൊണ്ടിരിക്കും അല്ലേ? ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? അമ്മേ, നമ്മുടെ നിരൂപണങ്ങളെ മുഴുവൻ കർത്താവ് അറിയുന്നു. ആമേൻ. നമ്മൾ അതുകൊണ്ട് നമ്മൾ പറയാം, നമ്മൾ സകലത്തെയും കട്ട് ചെയ്തിട്ട് വേണം ഇവിടെ ഇരിക്കാൻ. ആമേൻ. അങ്ങനെ നമ്മൾ ചെയ്തില്ലെങ്കിൽ പ്രയോജനമില്ലെന്നാ അല്ലേ? പ്രയോജനമില്ലെന്നാ. നമ്മുടെ സകല ചിന്തകളെയും നമ്മുടെ സകല സാധനത്തിനെയും കട്ട് ചെയ്തിട്ട് വേണം കർത്താവിന് മുമ്പിൽ ഇരിക്കാൻ. ഇല്ലെങ്കിൽ കർത്താവ് സംസാരിക്കില്ല. അല്ലെ കർത്താവ് നമ്മൾ ആ സ്പിരിച്വൽ കണക്ഷനത്തെ നമുക്ക് എത്തത്തില്ല. അത് യാഥാർത്ഥ്യമാണ്. ആമേൻ. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത് ഏതാണ്? ഹബക്കുക്കിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. എങ്ങോട്ട് ദൃഷ്ടി വെച്ചു, എങ്ങോട്ട് ഫോക്കസ് ചെയ്തു, അവിടം തൊട്ടാണ് അവൻ ദൈവശബ്ദം കേൾക്കാൻ തുടങ്ങിയത്. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു അനുഭവത്തിനകത്തേക്ക് കയറാൻ ദൈവം ഒരു കൃപ തരണം. ആമേൻ. പൂർണ്ണമായൊരു സബ്മിഷൻ നമുക്കതിനകത്തുണ്ടാകണം. ഹല്ലേലൂയ. നമ്മളായിരിക്കുന്നത് ദൈവസന്നിധിയിലാണെന്നും ദൈവത്തോടെ നമ്മൾ മുമ്പിരിക്കുന്നതെന്നും നമ്മൾ ഒരുമിച്ച് അത് ശുശ്രൂഷ ചെയ്യുന്നതെന്നും എന്നൊരു കൺഫെഷനും ഒരു സബ്മിഷനും നമുക്കുണ്ടായെങ്കിൽ മാത്രമേ അതിനകത്തെ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ആമേൻ.
ആ ഒരു സബ്മിഷൻ നമുക്ക് വേണം. ആമേൻ. ഹല്ലേലൂയ. അതിനകത്ത് കർത്താവ് ചലിക്കും. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇന്നുപകൽ എത്ര പേര് വിശ്വസിക്കുന്നു കർത്താവ് നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും? അതങ്ങനെ വിശ്വസിക്കാൻ നമുക്ക് ഏറ്റെടുക്കാൻ നമുക്ക് പറ്റണം. ആമേൻ. നമ്മൾ അറിയാം, നമ്മൾ ഒരുപാട് പ്രസംഗങ്ങൾ കേൾക്കുന്നു, നമ്മൾ ഒരുപാട് ഇത് കേൾക്കുന്നു, ശരിയാണ്. പക്ഷേ അതിനപ്പുറമായി ദൈവത്തെ ആഴത്തിലൊന്ന് വിശ്വസിക്കാൻ നമ്മൾ ഹൃദയത്തെ ഒന്ന് ഇറക്കി കൊടുക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞേ, പത്രോസ് നീ ആഴത്തിലേക്കൊന്ന് ഇറക്കടാ. ആഴത്തിലേക്ക് ഇറങ്ങേണ്ട ആവശ്യമുണ്ട്. ആമേൻ. അത് ആഴത്തിലേക്ക് ഇറങ്ങിയാലേ നമുക്ക് ദൈവശബ്ദം കേൾക്കാൻ കഴിയത്തുള്ളൂ, ദൈവത്തിനകത്തു നിന്ന് ദൈവം വെച്ചിരിക്കുന്ന നന്മയെ പ്രാപിക്കാൻ കഴിയത്തുള്ളൂ എന്ന് ദൈവം തന്നിരിക്കുന്ന എക്സാമ്പിൾ നമ്മളോടെല്ലാവരും, എന്നോട് ഉൾപ്പെടെ. ഹല്ലേലൂയ. ആമേൻ. ആഴത്തിലേക്ക് ഇറങ്ങിയേ പറ്റത്തുള്ളൂ. ആമേൻ. നമ്മളെപ്പോഴും കുറേ കാര്യങ്ങൾ കേട്ട് പോയി പോയി. ആമേൻ. ഹല്ലേലൂയ. അതിനകത്തുനിന്നൊരു ചേഞ്ച് നമുക്കുണ്ടാകണം. കർത്താവിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കണമെന്ന ശക്തമായ തീരുമാനം ഉണ്ടാകട്ടെ. ആമേൻ. ശക്തമായ തീരുമാനം ഉണ്ടാകണം. ഹല്ലേലൂയ. നമ്മൾ പ്രശ്നം വെച്ചാൽ നമ്മൾ 100 പഠിപ്പിക്കലിനകത്ത് നിൽക്കുന്നവരാ. 100 പഠിപ്പിക്കലുകളിനകത്ത് നിൽക്കുന്നവരാ. 100 പഠിപ്പിക്കലിന് നമ്മൾ കൺഫ്യൂഷനാക്കുന്ന ഒത്തിരി കാര്യങ്ങൾ വരും. ഒരുപാട് ചിന്തകൾ അങ്ങോട്ട് പോകും. ഈ പറയുന്നത് ശരിയാണോ, ആ പറയുന്നത് ശരിയാണോ, ഇയാൾ ശരിയാണോ, അയാൾ ശരിയാണോ? അവസാനം നമ്മൾ ശരിയാവത്തില്ല. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് ശരിയാണോ? അത് ഞാൻ പറഞ്ഞത് ശരിയാണോ? ആമേൻ. മറ്റുള്ളത് ശരിയാണോ അന്വേഷിച്ച് പലപ്പോഴും നമ്മൾ ശരിയാകാൻ നമ്മൾ മറന്നു പോകുന്നു. ആമേൻ. ആർക്കും അത്ര സുഖമായിട്ട് തോന്നുന്നില്ലല്ലേ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പുതിയ അനുഭവങ്ങൾ നമുക്കുണ്ടാകട്ടെ. ആമേൻ. ആത്മാവിൻ്റെ പുതിയ അനുഭവങ്ങൾ നമുക്കുണ്ടാകട്ടെ. അതിനെ ശക്തമായി പിടിച്ചെടുക്കാൻ നമുക്ക് കഴിയണം. ആമേൻ. എന്തുകൊണ്ട് ആഫ്രിക്കയ്ക്കകത്ത് വലിയ അത്ഭുതങ്ങൾ നടക്കുന്നത്? അവരുടെ റിസീവിങ് കപ്പാസിറ്റി ഭയങ്കരമാണ്. ആമേൻ. അതിനകത്ത് അവർ ഡെഡിക്കേഷൻ ചെയ്യുന്നത് ഭയങ്കരമാണ്. വ്യത്യാസങ്ങളുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ അറിയാത്ത എത്രയോ സ്ഥലങ്ങളിൽ ആമേൻ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു. ആമേൻ. മരിച്ചവർ എഴുന്നേൽക്കുന്നു. എത്രയോ രോഗികൾ എത്രയോ സ്ഥലങ്ങളിൽ ശക്തമായി വിടുതൽ നടക്കുന്നു. ആമേൻ. എന്തുകൊണ്ടാ? ആമേൻ. നമുക്ക് അറിവ് കൂടിപ്പോയോണ്ടാണോ? നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട സാധനത്തിലേക്ക് പ്രത്യേകിച്ച് നമ്മൾ ഫോക്കസ്ഡ് അല്ലാതെ പോകുന്നു. കാര്യം 100 കാര്യങ്ങളുടെ പുറത്ത് നമ്മൾ നിൽക്കുക. ആമേൻ. കർത്താവിലേക്ക് ഫോക്കസ് ചെയ്യാൻ നമുക്കൊരു കൃപയുണ്ടാകട്ടെ. ഹല്ലേലൂയ. കർത്താവിലേക്ക് ഫോക്കസ് ചെയ്യാൻ ഒരു കൃപയുണ്ടാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഒരു വാക്യം കൂടെ വായിക്കാം. 11-ാം അധ്യായത്തിൽ ആമേൻ 32-ാമത്തെ വാക്യം 24-ാമത്തെ വാക്യം. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിൽ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. ഓക്കെ. ഞാൻ നിങ്ങളോട് പറഞ്ഞ 2 ഭാഗങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം 5 മിനിറ്റോട് ഇപ്പം പറഞ്ഞു നിർത്തിയ കുറേ ഭാഗങ്ങളും ആദ്യം പറഞ്ഞ കുറേ സാധനങ്ങളും. നിങ്ങളെവിടെ കൈയടിച്ചത്? ഒന്ന് പറഞ്ഞാട്ടെ. നിങ്ങളെവിടെ കൈയടിച്ചത്? നിങ്ങളെവിടെ ആത്മാവിലായത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? ആമേൻ. ഹല്ലേലൂയ. എന്തുകൊണ്ടാ? ഹല്ലേലൂയ. ആദ്യത്തെ സാധനം വർക്ക് ചെയ്യണമെങ്കിൽ 2ാമത്തെ സാധനം കറക്റ്റ് ആകണം. വെറുതെ വർക്ക് ചെയ്യത്തില്ല. എങ്ങനെ? ആദ്യത്തെ സാധനം, ഞാൻ പറഞ്ഞ വാക്തത്വങ്ങൾ, സാധനങ്ങൾ എല്ലാം നമ്മളിലേക്ക് വരണമെങ്കിൽ, അല്ലെ ആക്റ്റീവ് ആകണമെങ്കിൽ 2ാമത് പറഞ്ഞ സാധനത്തിനകത്തേക്ക് നമ്മൾ കയറിയെങ്കിൽ മാത്രമേ നമുക്കത് വർക്ക് ചെയ്യത്തുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മളെ തന്നെ എന്തു പറയാ നന്നാക്കണമെന്ന് ചിന്തിക്കുമ്പോൾ നമുക്കത് വലിയ പാടാ. ഹല്ലേലൂയ.
എത്രയൊക്കെ സന്തോഷമുണ്ട്? അത്ര സന്തോഷമില്ല. സന്തോഷമുള്ളൊരു കരങ്ങൾ ഇത് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ശ്രദ്ധിച്ചോണേ, യേശു കർത്താവ് ആരുടെ ഭവനത്തിലേക്ക് വന്നു? മാർത്തയുടെയും മറിയുടെയും ഭവനത്തിലേക്ക് വന്നു. യേശു കർത്താവിനെ സ്വീകരിക്കാൻ വേണ്ടി മാർത്ത ഓടിച്ചെല്ലുമ്പോൾ അവിടെ മാർത്തയുമായി കർത്താവ് കുറേ കാര്യങ്ങൾ സംസാരിക്കുക. ഹല്ലേലൂയ. എന്താണെന്ന് ശ്രദ്ധിച്ചോണേ. ആമേൻ. 23-ാമത്തെ വാക്യം, യേശു അവളോട് നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. ആമേൻ. എന്താണ്? യേശു അവളോട് നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. മാർത്ത അവനോട് തിരിച്ചു പറയണേ, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു, എനിക്കറിയാം. ഹല്ലേലൂയ. യേശു കർത്താവ് എന്ത് പറയുന്നേ? ഇപ്പോൾ ഉയർത്തെഴുന്നേൽക്കും. മാർത്ത എന്ത് പറയുന്നേ? എനിക്കറിയാം, അവസാനം ഉയർത്തെഴുന്നേൽക്കും. ആമേൻ. എപ്പോഴാ? മരിച്ച് കർത്താവ് അടക്കപ്പെട്ട് കർത്താവ് വരുന്ന സമയത്ത് നമ്മളെല്ലാവരും എഴുന്നേൽക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആ സമയത്ത് എഴുന്നേൽക്കുമെന്നാണ് മാർത്ത തിരിച്ചു പറയുന്നത്. എന്നാൽ കർത്താവ് പറയുന്നത് എന്താണ്? ഇപ്പോൾ എഴുന്നേൽക്കും. ആമേൻ, ഹല്ലേലൂയ. എന്നിട്ടാ പറയുന്നത്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണും. ആമേൻ, ഹല്ലേലൂയ. എന്നിട്ട് പറയുക, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. അവൻ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഹല്ലേലൂയ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ഐ ആം ദ ലോർഡ്. ഹല്ലേലൂയ. ഞാനാകുന്നവൻ ഞാനാകുന്നു. ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ആരുടെ മുമ്പിലാണ് നിൽക്കുന്നതെന്ന ബോധ്യം, അവൻ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞവന്റെ മുമ്പിൽ, ജീവനും പുനരുത്ഥാനവുമായവൻ ഇന്ന് പകൽ അവനൊരു വാക്ക് പറയുന്നു, നീ ഇതാ ഉയർത്തെഴുന്നേൽക്കുന്നു. നിന്റെ അവസ്ഥകൾ ഇതാ ഉയർത്തെഴുന്നേൽക്കുന്നു. ഹല്ലേലൂയ. നിന്റെ സാഹചര്യങ്ങൾ ഇതാ ഉയർത്തെഴുന്നേൽക്കുന്നു. ഇന്ന് പകൽ നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ? എന്നെങ്കിലുമല്ല, അത് ഇപ്പോൾ സംഭവിക്കുമെന്ന്. അതിപ്പോൾ സംഭവിക്കുമെന്ന് നിന്റെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നുവെങ്കിൽ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ. ഇന്ന് പകൽ മാർത്തയെ പോലെ ആകാനല്ല, എന്നാൽ അടുത്ത ഒരാൾ കർത്താവിന്റെ മുമ്പിലേക്ക് വരുന്നു. മാർത്ത പറഞ്ഞത് എന്താ? ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. എന്നാൽ അടുത്ത വരവിൽ ശ്രദ്ധിക്കണം ദൈവമക്കളെ, ഹല്ലേലൂയ, മറിയ വന്ന് കർത്താവിന്റെ മുമ്പിലേക്ക് ഓടി. ഹല്ലേലൂയ. കർത്താവിന്റെ മുമ്പിലേക്ക് ഓടിയപ്പോ അവിടെ കണ്ടു നിന്നവരൊക്കെ പറഞ്ഞു, ഇവൾ കല്ലറയ്ക്കകത്ത് പോയി നിന്ന് കരയാൻ പോവുക. കല്ലറയ്ക്കകത്ത് പോയി കരഞ്ഞ ആരെങ്കിലുമൊക്കെ ഉണ്ടോ? ഹല്ലേലൂയ. കല്ലറയ്ക്കകത്ത് പോയി കരഞ്ഞ ആരെങ്കിലുമൊക്കെ ഉണ്ടോ? ആമേൻ, ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, ഒരുവൻ പറഞ്ഞതിന് നേരെ വിപരീതമായി മറിയ ചെന്നിട്ട് കർത്താവിനോട് പറയുക. എന്തോ ചെയ്തേ? കർത്താവിൻ്റെ മുമ്പിൽ പോയി കരഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകൽ കരയേണ്ടവൻ്റെ മുമ്പിൽ കരഞ്ഞാൽ നിനക്ക് വേണ്ടി സ്റ്റെപ്പ് മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നിനക്ക് വേണ്ടി കൂടെ കരയുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. നിനക്ക് വേണ്ടി കൂടെ കരയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. നിന്റെ കൂടെ അവൻ കരയും. എല്ലാ മനുഷ്യന്റെ സ്വഭാവവും അവനുണ്ട്. ഹല്ലേലൂയ. സകല ചിന്തകളും അവനുണ്ട്.
നിന്റെ വികാരങ്ങളെ മനസ്സിലാക്കാൻ അവന് കഴിയും. നിന്റെ ആകുലതകളെ മനസ്സിലാക്കാൻ അവന് കഴിയും. ഇന്ന് പകൽ നീ പറയുന്നില്ല എന്നെ ആരും മനസ്സിലാക്കുന്നില്ലെന്ന്, എന്നെ ആരും കാണുന്നില്ലെന്ന്. ഹല്ലേലൂയ. അവൻ നീ ഒറ്റയ്ക്കാണെന്ന് ചിന്തിക്കുമ്പോഴും ഇന്ന് പകൽ കരയേണ്ടവന്റെ മുമ്പിൽ നീ കരഞ്ഞാൽ, ഫോക്കസ് ചെയ്താൽ, അവൻ ഫോക്കസ് ചെയ്യേണ്ടവനെ ഫോക്കസ് ചെയ്താൽ, അവൻ ഇന്ന് പകൽ അവൻ സ്റ്റെപ്പ് നിനക്ക് വേണ്ടി വെക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് പകൽ ഒരു വെളിപ്പാട് നിനക്കുണ്ടാകട്ടെ. കരയേണ്ടവന്റെ മുമ്പിൽ നീ കരഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ സംഭവിക്കും. അവൻ പുനരുത്ഥാനത്തിന്റെ ശക്തി നിനക്ക് വേണ്ടി വ്യാപരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നിന്റെ പ്രശ്നത്തെ നീ ഫോക്കസ് ചെയ്യരുത്. നമുക്ക് വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ആമേൻ, ഹല്ലേലൂയ. വിശ്വസിക്കുന്നത് ഇമാജിൻ ചെയ്യാൻ നിനക്ക് കഴിയട്ടെ. ഹല്ലേലൂയ, ആമേൻ. എല്ലാ വിശ്വാസങ്ങളും പൊട്ടട്ടെ. നിനക്ക് വേണ്ടി അവൻ വെയിറ്റ് ചെയ്യുന്നെങ്കിൽ നിന്റെ വിഷയത്തെ ഒരു ചരിത്രമാക്കാനാണ്. ആമേൻ, ഹല്ലേലൂയ. കല്ലറയിൽ നിന്നും പന്തിക്കകത്തേക്ക് ഇരിക്കാൻ അവന് പദ്ധതിയുണ്ട്. പന്തിക്കകത്തേക്ക് നിന്നെ ഇരുത്താൻ അവന് പദ്ധതിയുണ്ട്. അതിൻ്റെ അടുത്ത അധ്യായത്തിൽ, 12-ാം അധ്യായത്തിൽ, അതിൻ്റെ 3-ാം വാക്യത്തിൽ, അതിൻ്റെ 2-ാം വാക്യത്തിൽ, യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബഥാനിയിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുൻപേ വന്നു. അവിടെ അവർ അവനൊരു അത്താഴം ഒരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ അവനോടുകൂടെ പന്തിയിൽ ഇരുന്നവരിൽ ഒരുവനായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് നീ കല്ലറയ്ക്കകത്തായിരിക്കാം, എന്നാൽ നിന്നെ പന്തിയിലേക്ക് മാറ്റുവൻ. ഹല്ലേലൂയ. അവൻ്റെ കൂടെ, അവൻ്റെ ശുശ്രൂഷയ്ക്കകത്തേക്ക് നിന്നെ ആക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. അവൻ്റെ കൂട്ടുവേലക്കാരനാക്കാൻ, അവൻ്റെ കൂടെ നടക്കുന്ന അനുഭവങ്ങളിലേക്ക് ആക്കി തീർക്കാൻ ചിലതിൻ്റെ മേൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്ന് നിന്റെ അവസ്ഥ കല്ലറയ്ക്ക് തുല്യമായിരിക്കാം. അവൻ ഇന്ന് നിന്റെ അവസ്ഥ നാറ്റം വെച്ചതായിരിക്കാം, എന്നാൽ അതിനകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. ഹല്ലേലൂയ. നിന്റെ കരച്ചിൽ മുമ്പിൽ അവൻ ഹല്ലേലൂയ, അവൻ ചലിക്കും. അവൻ നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ സംഭവിക്കും. അവൻ മരിച്ചവൻ എഴുന്നേറ്റ് വരും. ഹല്ലേലൂയ. മരിച്ച അവസ്ഥകൾ എഴുന്നേറ്റ് വരും. ഹല്ലേലൂയ. മരിച്ച സാഹചര്യങ്ങൾ എഴുന്നേറ്റ് വരും. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും.